ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൂട്ടിലായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതോ അല്ലെങ്കിൽ ബ്രെഡ് പത്തിരിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ മിക്സിൻ്റെ ജാർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ടേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം. അപ്പം ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് സവാളയാണ്. നമ്മുടെ വല്യുള്ളി ഉണ്ടല്ലോ, അതെ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ടേൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരല്പസമയം കഴിയുമ്പം ഇത് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് നമുക്കിതിലോട്ടേക്ക് മുട്ടേൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരല്പസമയം വേവിച്ചെടുക്കാം. കുറച്ച് സമയം കഴിയുമ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നത് നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരല്പസമയം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വേവിച്ചാൽ മതി, ഒരുപാടൊന്നും നേരം നിൽക്കേണ്ട ആവശ്യമില്ല. അത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ഓംലെറ്റ് ആണ്. അത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. അതായത് ബ്രെഡ് ആണെങ്കിലും പത്തിരി ആണെങ്കിലും അതല്ലെങ്കിൽ അപ്പാട് തന്നെ നമുക്കിതൊന്ന് കഴിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.